നയന അടുക്കളയിൽ പാചകത്തിലായിരിക്കും കേട്ടോ. ഈ സമയത്ത് ആദർശ് മുറിയിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം അവന്റെ ഈ സാധനം കാണാഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്ന് തപ്പുന്നുണ്ട് കേട്ടോ. അവന്റെ പേഴ്സ് കാണുന്നില്ലാതെ തപ്പാണ്. ഈ സമയത്ത് നയനയുടെ കബോർഡ് തുറക്കുമ്പോഴേക്കും അവിടെ ഒരു ഡയറി ഇരിക്കുന്ന ആദർശ് കാണുന്നുണ്ട്. അങ്ങനെ എന്തായിരിക്കും ഡയറിയിൽ എന്ന് പറഞ്ഞിട്ട് ആദർശ് തുറക്കാൻ പോകുമ്പോൾ ഓർക്കാണ്, ഓ വേണ്ട, മറ്റുള്ളവരുടെ ഡയറി വായിക്കുന്നത് മോശമല്ലേ എന്ന് ആലോചിക്കുന്നുണ്ട്. മറ്റുള്ളവരല്ലല്ലോ, നയനന്റെ ഭാര്യയല്ലേ, അപ്പൊ അവളുടെ ഡയറി വായിക്കുള്ള അവകാശമൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ് ആ ഡയറി എടുക്കാണ്. അങ്ങനെ ഡയറി എടുത്ത് തുറന്നതും ആദർശ് കാണുന്നത് ആദർശിന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ നയന വരച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിന്റെ താഴെയിട്ട് ഐ ലവ് യു ആദർശ് ഏട്ടാ എന്ന് ആദർശ് ഇങ്ങനെ നയന എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. അത് കണ്ട് ആദർശിന്റെ ചുണ്ടില് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വിടരുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ ഒരു ഡയറി എടുത്ത് മറച്ചു നോക്കുകയാണ്. അപ്പോഴേക്കും നയന അവളുടെ കുട്ടിക്കാലം നടന്ന സംഭവങ്ങൾ മുതലേ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നയന എഴുതിയിരിക്കുകയാണ്, കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛന് സുഖമില്ലായതായതോടെ എല്ലാം അവസാനിച്ചു. അങ്ങനെയുള്ള ജോലിയിലേക്ക് കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ എല്ലാ കഥകളും ഡയറിയിലൂടെ അവൾ എഴുതിയിട്ടുണ്ട്. അതിൽ അവൾക്ക് ഇഷ്ടമുള്ള ഓരോരോ കാര്യങ്ങളും അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോകണം, ഇന്ന ഡ്രസ്സുകൾ വേണം, ഇന്നതുപോലൊക്കെ നടക്കണം, ഇന്ന ആളുകളെ സഹായിക്കണം, ഇന്ന ആളെ വിവാഹം കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നയന അവളുടെ ആഗ്രഹങ്ങളും അങ്ങനെ അവളുടെ അംബീഷൻസും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് വലിയൊരു ഡിസൈനർ ആവണം എന്നൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹം. അതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഉള്ള സംഭവങ്ങളൊക്കെ നയന ഡയറിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. നവ്യേച്ചി വലിയ പണക്കാരന്റെ വീട്ടിലെ ഒരു പയ്യനെ ആയിട്ട് ഇഷ്ടത്തിലാണ്. ആ ഒരാളെ എനിക്ക് കണ്ണിന് കണ്ടൂടാ. അയാൾക്ക് പണത്തിന്റെ ജാടയാ. പാവങ്ങളെ പോലും അയാളൊന്ന് മൈൻഡ് ചെയ്യാറ് കൂടിയില്ല. എനിക്ക് അയാളെ ഒരു സാഹചര്യത്തിൽ അടിക്കേണ്ടി വന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്കതിന് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. പൊതുസ്ഥലത്ത് വെച്ച് ഒരാളെ അങ്ങനെ അടിക്കാവെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മയും ചേച്ചിയാണ് എല്ലാത്തിനും കാരണക്കാര്. എന്തിനാ കാശിയുടെ കുടുംബത്തിലേക്ക് പോയി വിവാഹം കഴിക്കുന്നേ? അതോടുകൂടി സമാധാനം ഇല്ലാതാവും. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ വേണം നമ്മൾ ജീവിക്കാന്. എങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞവൾ എഴുതിയിട്ടുണ്ട്. പിറ്റേ ദിവസം അവൾ എഴുതിയിട്ടുണ്ട്, അബിയാണെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ മറ്റാരുമായിട്ട് അവൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ചേച്ചി മറ്റാരുമായിട്ടോ കൂടുതൽ അടുപ്പത്തിലായിട്ടുണ്ട്. എന്തായാലും അതൊരു കാശുകാരനാവാനാണ് സാധ്യത. 6 കൂടെ രാത്രി പോകുന്നതൊക്കെ കണ്ടു. രാത്രി ചേച്ചി ഇവിടുന്ന് ആദർശത്തിനൂടെ പോവാണെന്ന് പറഞ്ഞ് പോയതിനു ശേഷം ചേച്ചിയുടെ ഫോണിലേക്ക് ആദർശ് വിളിച്ചിട്ട് ചേച്ചിയാണെന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പോ ഫോൺ എടുത്തത് ഞാനാ. എന്നോട് അയാൾ സംസാരിച്ചു. എനിക്ക് എന്തൊക്കെയോ മനസ്സിനകത്ത് വല്ലാത്തൊരു പേടി തോന്നി. അമ്മയുടെയൊക്കെ നിർബന്ധം കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഈ കല്യാണം നടക്കട്ടെ എന്ന് ഞാനും നന്ദുവും വിചാരിച്ചു. അച്ഛനും അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നയന എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയാണ്, അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. ഞാൻ പേടിച്ചതുപോലെ തന്നെ ചേച്ചി ആദർശേട്ടനെ കളഞ്ഞിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് എനിക്ക് ആദർശേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നയന എഴുതിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ആകെപ്പാടെ വിഷമിച്ച ദിവസമായിരുന്നു. ഒരിക്കൽ പോലും ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ എന്റെ വിധിയെന്ന് പറയാം. എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക്, എന്നെ ഇഷ്ടമില്ലാത്ത ഒരു കുടുംബക്കാരുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ട അവസ്ഥയാണ് എനിക്കുണ്ടായത് എന്നൊക്കെ പറഞ്ഞ നയന കുറെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നയന അന്നത്തെ തെറ്റില് നയന ഒരു തെറ്റുകാരിയല്ലാന്നും ശരിക്കും നവ്യം അമ്മയാണല്ലോ തെറ്റുകാരെന്നുള്ള കാര്യമൊക്കെ ആദർശിന് മനസ്സിലാകുന്നുണ്ട്. അതുകൂടാതെ ആദർശിനെ അന്ന് വഴിയിൽ വെച്ച് അടിച്ചതിന് അവക്ക് നല്ല സങ്കടം ഉണ്ടെന്നുള്ള കാര്യം ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി വായിക്കണം എന്നൊക്കെ ഉണ്ട് ആദർശിന്. അങ്ങനെ ആദർശോർക്കാണ് ഇടയ്ക്ക് എപ്പോഴേലും എടുത്ത് വായിക്കാം. എന്തായാലും അവളുടെ കുട്ടിക്കാലത്ത് കുറേ കാര്യങ്ങളകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് വായിക്കണം. എങ്കിൽ മാത്രമേ എന്താണ് അവളുടെ ശരിക്കുള്ള ഡ്രീമെന്നും അവളുടെ ശരിക്കുള്ള ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന പറഞ്ഞല്ലോ തന്നെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒന്നുമില്ലാത്ത ഒരാളോട് ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പൊ അതൊക്കെ അവനിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഒരു കാശുകാരനായതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ഇങ്ങനെ ആദർശ് ആലോചിക്കാണ്. അല്ല, നയനക്കിപ്പം നല്ലൊരിതുണ്ട്, നയനക്കിപ്പം എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് അറിയാമെന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ നയന വരുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് ആദർശ് ആ ഒരു ഡയറിയുടെ മടക്കി വെച്ചിട്ട് കബോർഡ് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നയന നീ എന്നെ പേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ആദർശേട്ടാ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഇന്നലെ ഞാൻ ഉരുട്ട ജീൻസിനകത്തായിരിക്കും, അത് നീ വാഷിന് കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനത് എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ജീൻസിൽ നിന്നും നയന ആ ഒരു പേഴ്സ് എടുത്തോണ്ട് പോയി ആദർശിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയാണ്, ഞാൻ പുറത്തേക്ക് പോവാ, നീ വരുന്ന ചോദിക്കുമ്പോൾ എങ്ങോട്ട് ആദർശേട്ടൻ ചോദിക്കുന്നുണ്ട്. കമ്പനിയിലേക്ക് തന്നെയാ, ഒരാവശ്യത്തിനാളെ കാണണം, പുറത്തു വെച്ച് കാണേണ്ട കാര്യമാണ്, പുറത്തു വെച്ച് ആ മീറ്റിംഗ് നീ വരുന്നത് ചോദിക്കുമ്പോൾ ക്ലയന്റിനെ കാണാൻ പോവല്ലേ, അപ്പൊ ഞാനതിനെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്.
നീ വരുന്നെങ്കിൽ വാ, നമുക്ക് പോയി ഒരു കോഫിയെ കുടിച്ചിട്ട് വരാമെന്ന് പറയാണ്. ഇല്ല ആദർശേട്ടാ, ഡിന്നറിനുള്ള പരിപാടി അടുക്കളയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാ. ചുമ്മാ ആദർശേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാണാൻ വന്നാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോയ പിന്നെ അമ്മയുടെ വായന്ന് പിന്നെ അത് മതി പ്രശ്നം ഉണ്ടാക്കാന്ന് പറയുമ്പം എന്നാ ശരി, നീ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ നാളെ ഞാൻ നിന്നെ വിളിച്ച് പറയാം. അപ്പൊ നീ നേരത്തെ ഒന്ന് റെഡിയായാൽ മതി, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയാണ്. ശരി ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയന അവിടെ നിൽക്കുമ്പോഴേക്കും ആദർശ് ഒരുങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആദർശ് പോയതിനു ശേഷം നയന അവളുടെ കബോർഡും തുറക്കുമ്പോഴേക്കും ഇങ്ങനെ ഡയറി ഇരുന്ന സ്ഥാനം മാറിയിരിക്കുന്നത് കാണുന്നുണ്ട്. ഇതാരും ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് ഇനി ആദർശേട്ടൻ വല്ല വായിച്ചു കാണുമോ ഈശ്വര എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും എന്താ, ആദർശേട്ടനല്ലേ, എന്റെ ഡയറി വായിക്കാനുള്ള അവകാശമൊക്കെ ആദർശേട്ടനുണ്ടല്ലോ, എങ്കിലും അതിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്നാ നയനിങ്ങനെ ആലോചിക്കുകയാണ്. സാരമില്ല, ആദർശേട്ടൻ കണ്ടാലും അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയന ഡയറി എടുത്ത് മാറ്റി വെച്ചിട്ട് കബോർഡ് അടച്ചിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് കാറിൽ പോയിട്ട് ഇരുന്നിട്ട് ആലോചിക്കാണ്, ഡയറി ഇങ്ങ് കൊണ്ടുവരേണ്ടതായിരുന്നു, മുഴുവനും വായിക്കേണ്ടതായിരുന്നു. ആ കുട്ടിക്കാലത്ത് എന്തൊക്കെയോ ഇൻസിഡൻസ് അവൾ എഴുതി വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ അവൾ റെഡ് ലൈൻ അണ്ടർലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. ഇന്ന് വൈകിട്ട് പോയിട്ട് വേണം അത് മുഴുവനും വായിച്ചു തീർക്കാനെന്ന് ആദർശ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആദർശ് അങ്ങനെ ഈ ഒരു ഓർമ്മയിൽ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന ക്ലയന്റിനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം അവൻ വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് വയലിൽ ചോർത്തായിരുന്നു മുല്ലപ്പൂ വാങ്ങിക്കണോന്ന്. വേണ്ട, ഇനി അമ്മ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ ഒന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശ് തിരിച്ചു വരുന്നുണ്ട്. വന്നതിന് ശേഷം നയന അപ്പം അടുക്കളയിൽ നിൽക്കുന്നത് കാണും. ഡിന്നർ റെഡിയായെന്ന് ചോദിക്കുമ്പം റെഡിയായ ആദർശേട്ടാ, എല്ലാവരും കൈകടി ഇരുന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഡിന്നറൊക്കെ കഴിക്കുന്നുണ്ട്. ശേഷം നയന മുറിയിലേക്ക് വരുന്നുണ്ട്. ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ദാ നിനക്ക് വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് ഡയറി മിൽക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്നും കഴിച്ചിട്ട് ഞാൻ തടിച്ചാവാനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് കഴിച്ച് തടിച്ചാവെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നില്ലേ, ഇതിനകത്ത് ഷുഗർ കണ്ടന്റ് ഒക്കെ കൂടുതലല്ലേ, അപ്പൊ ഞാൻ തടിക്കും, അത് ഉറപ്പാന്ന് പറയുന്നുണ്ട്. വല്ലപ്പോഴും കഴിച്ചാലൊന്നും കുഴപ്പമില്ല, എല്ലാ ദിവസവും അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, സാരമില്ല, വല്ലപ്പോഴും അല്ലേ, നീ കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഈ മുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ മുട്ടായി ആദ്യമായിട്ട് തന്നത്, അന്ന് മുതൽ ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ, ഞാൻ പിന്നെ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് അങ്ങനൊന്നും മേടിക്കാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ കുറച്ചും തടിക്കുന്നുണ്ട്, ഇച്ചിരി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന നല്ലതാ എന്ന് നയനോട് പറയുന്നുണ്ട്. ഞാൻ തടിച്ചോന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നില്ലേ, നീ ഇപ്പൊ അങ്ങനെ വർക്കൗട്ടൊന്നും ചെയ്ത് ഞാൻ കാണുന്നില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പം അതിനെനിക്ക് വർക്കൗട്ട് ചെയ്യാൻ എവിടുന്ന സമയം, രാവിലെ എഴുന്നേക്ക് 4 മണിക്കൊക്കെ ഞാൻ എഴുന്നേക്കുന്നതല്ലേ, അപ്പൊ തൊട്ട് രാത്രി 10:30 വരെ എനിക്കിവിടെ ജോലിയുണ്ട്, പിന്നെ ഞാൻ എങ്ങനെയാ എക്സസൈസും വർക്കൗട്ടൊക്കെ ചെയ്യാ എന്ന് ചോദിക്കാണ്. അല്ല, ഈ വീട്ടിൽ ഇത്രയും ജോലിയുണ്ട്, നീ പിന്നെ മെലിയാഞ്ഞെന്ന് ചോദിക്കുമ്പം അല്ലേലും അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി ചെയ്താൽ എങ്ങനെ ആദർശിട്ടാ മെലിയാൻ പറ്റുക, അതിന് കൃത്യമായ സമയം കണ്ടെത്തി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം, അതുപോലെ തന്നെ നല്ല ഡയറ്റും നല്ല ഫുഡും ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ നിനക്കിവിടെ കഴിക്കാൻ ഹെൽത്തി ഫുഡൊന്നും ഇല്ലേ? അത് ആദർശേട്ടാ, ഇവിടെ എല്ലാവരുടെ ഇഷ്ടം നല്ല ഫുഡ്, ഒരാൾ പറയുമ്പം അത് കേട്ടല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ദേവയാനി അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അത് അമ്മ പറയുമ്പം അതുണ്ടാക്കും, അതൊക്കെ ഇവിടെ ചെയ്യുന്നത്, അല്ലാതെ എന്റെ ഇഷ്ടം ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അതൊക്കെ മാറുവടോ, എൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങട്ടെ, അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം മാറും എന്നൊക്കെ പറയാണ്. എന്നിട്ട് നായനോട് പറയുന്നുണ്ട്, അതെ, നാളെ നമുക്ക് എങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പോണ്ടെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ എങ്ങോട്ടാ ആദർശിട്ടാന്ന് ചോദിക്കാണ്. അതൊക്കെയുണ്ട്, അത് തനിക്കൊരു സർപ്രൈസാ, ഞാൻ നാളെ പറയാം എന്ന് പറയാൻ കേട്ടോ.